ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുണ്യകുളം സൈനുദ്ദീൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മൾ പ്രാവശ്യം ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് സന്ധിക്കുന്നത്. അതായത് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടുകൾ, എങ്ങനെ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ നേട്ടമുണ്ടാക്കാം, അതല്ലെങ്കിൽ മികച്ച മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ആധുനിക കാലത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ കൂടിക്കൂടി വരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. യുദ്ധം പെട്ടെന്ന് അവസാനിക്കും. സ്വാഭാവികമായിട്ടും നീണ്ടു നിൽക്കുമ്പോൾ അത് ഏത് രാജ്യത്തിനും അത്ര ശുഭകരമല്ല. സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മാർക്കണ്ടായ ഗഡ്ജു, മുൻ ജസ്റ്റിസ്, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ സ്വത്ത് സമ്പത്ത് അവരുടെ അനുഭവിക്കേണ്ട പൈസ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആയുധങ്ങൾ വാങ്ങിക്കുക. സ്വാഭാവികമായിട്ടും വാങ്ങിക്കൂട്ടിയ ആയുധങ്ങളുണ്ടാവും. അത് കഴിയുമ്പോൾ വീണ്ടും വാങ്ങിക്കേണ്ടതായി വരും. ഇത് ഒരു രാജ്യത്തിൻ്റെ മാത്രം വിഷയമല്ല, എല്ലാ രാജ്യത്തിനുള്ള കാര്യമാണ്. അപ്പോൾ ചെറിയ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് തന്നെയാണ് രാജ്യത്തിന് നല്ലത്. ഏത് വിധേനയും ചർച്ചകളിലൂടെയൊക്കെ അവസാനിപ്പിച്ച് യുദ്ധങ്ങളില്ലാതാവട്ടെ. കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം യുദ്ധം നീണ്ടു നിൽക്കാൻ ഒരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഈ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുമ്പോൾ നേരത്തെ പല വിദഗ്ധന്മാരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഒരു സുസ്ഥിരത ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ GDP ഒക്കെ നല്ല രീതിയിലാണ് ഉള്ളത്. പിന്നെ യുദ്ധം നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ട്. കൂടുതലായിട്ട് പോവാതിരിക്കട്ടെ. അപ്പോൾ വല്ലാതെ ഒന്നും മാർക്കറ്റിനെ ബാധിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മാർക്കറ്റ് നിരീക്ഷിച്ച് വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല കമ്പനികളും 2, 3, 4, 5 ഒക്കെ ശതമാനം അടുത്തിടെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ടൊക്കെ ഇപ്പോൾ നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ്, അതുപോലെ തന്നെ പല കമ്പനികളും ഒരാഴ്ച കൊണ്ട്, ചോളമണ്ഡലം ഫിനാൻസ്, പല കമ്പനികളും നഷ്ടത്തിലാണുള്ളത്. അത് കൂടി വരുമെന്ന് വിചാരിക്കും തോറും കുറയുന്നുണ്ട്. അങ്ങനെ സ്ഥിതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മളൊരു ഇൻഡിവിജ്വൽ ഷെയർ വാങ്ങിക്കുമ്പോൾ സംഭവിക്കുന്നതും അതല്ലാതെ ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. സ്വാഭാവികമായിട്ടും കൂടുതൽ സേഫ് മ്യൂച്വൽ ഫണ്ടാണ്. കാരണം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് മാർക്കറ്റ് പഠിച്ച് അതിൻ്റെ പുറകെ ഇരുന്ന് ഷെയറുകൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ, ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായിട്ടുള്ള ഏർപ്പാടാണ്. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. മികച്ച മ്യൂച്വൽ ഫണ്ടുകളും ETF-കളും എങ്ങനെ തിരഞ്ഞെടുക്കാവുന്നതാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചർച്ച. ആദ്യമായി ഷെയറും മ്യൂച്വൽ ഫണ്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. അറിയുന്നവർക്ക് റെഫ്രഷ് ചെയ്യാം, അറിയാത്തവർക്ക് എന്ത് ചെയ്യാം, വീണ്ടും കൂടുതൽ മനസ്സിലാക്കാമെന്നുള്ളതാണ്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് വന്ന് ഇൻബോക്സിൽ ചോദിക്കുകയും ചെയ്യാം. ഷെയർ എന്നാൽ ഒരു കമ്പനിയുടെ ഒരു ഓഹരിയാണ്. നമുക്കൊക്കെ അറിയാം. ഒരു ഷെയർ എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതാവട്ടെ ഒരേ സമയം ഒന്നിലധികം കമ്പനികളുടെ സ്റ്റോക്കുകൾ, ഷെയറുകൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അതേസമയം ഇത് രണ്ടും, മ്യൂച്വൽ ഫണ്ട് ആകട്ടെ ഷെയറുകളാകട്ടെ, ഇതൊക്കെ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് വഴി വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. മ്യൂച്വൽ ഫണ്ടുകൾ ഇതൊന്നും ഇല്ലാണ്ടും വാങ്ങിക്കാം. പക്ഷെ ഇതുണ്ടായിട്ട് വാങ്ങിക്കണമെന്ന് നമുക്ക് വാങ്ങാനും വിൽക്കാനും നോക്കിയിരിക്കാനും ഒക്കെ സൗകര്യം എന്നുള്ളത്. മ്യൂച്വൽ ഫണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ച ചിലപ്പോൾ ഏതാനും കമ്പനികളുടെ ഷെയറുകളുടെ ഒരു കൂട്ടമാണ്. അതിൽ ഒന്നിൽ കൂടുതൽ ഷെയറുകൾ ഉണ്ടാകും. അതിൽ ലാർജ് ക്യാപ്പ് കമ്പനികളുടെ ഷെയറുകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് കമ്പനികളുടെ ഷെയറുകൾ ഉണ്ടാകാം. സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ ഷെയറുകൾ ഉണ്ടാകാം. ഇതിൽ ഏത് വാങ്ങിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവ കൂടാതെ സെക്ടോറിയൽ ഫണ്ടുകൾ ഉണ്ട്. നമുക്കറിയാം സെക്ടോറിയൽ ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന്
ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ, അതുപോലെ തന്നെ FMCG സെക്ടർ. FMCG ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. FMCG എന്ന് പറയുമ്പോൾ ഈ നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, മറ്റ് ഫുഡ് ഐറ്റംസ്, ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ റോഡ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ, പിന്നെ ബാങ്കുകളുടെ സെക്ടർ, ഫാർമ സെക്ടർ, ഇങ്ങനെ കുറേ സെക്ടറുകളുണ്ട്. ഈ സെക്ടറുകളും നമുക്ക് ഫണ്ടുകൾ വാങ്ങിക്കാൻ കഴിയും. ഷെയറുകൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നേരിട്ടാണ് വാങ്ങിക്കുന്നത്. മറിച്ച് മ്യൂച്വൽ ഫണ്ട് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ AMCയുടെ അഥവാ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഫണ്ട് മാനേജർ ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള അധികാരം ഈ ഫണ്ട് മാനേജർക്ക് നമ്മളിത് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെ ഷെയറുകൾ തങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളിൽ സൂക്ഷിക്കണം, ഏതൊക്കെ വിൽക്കണം, ഏതൊക്കെ വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ഈ ഫണ്ട് മാനേജർക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമ്മൾക്ക് ഇടപെടാൻ കഴിയില്ല. നമ്മൾ ഈ ഫണ്ടുകൾ വാങ്ങിക്കുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധങ്ങളാവട്ടെ മറ്റെന്തെങ്കിലും വിഷയങ്ങളാവട്ടെ, ഈ ഫണ്ടുകൾക്ക് കയറ്റിറക്കങ്ങൾ, ഷെയറുകൾക്ക് കയറ്റിറക്കങ്ങളുണ്ടാവും, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ ചിലത് കമ്പനികൾ കേടുവരാം. ഇപ്പം ഈ കമ്പനികൾ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് കേടുവരുന്ന കമ്പനികളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അത് സമയാസമയങ്ങളിൽ വിൽക്കുന്നതും വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ സമയാസമയങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ മാനേജർമാരാണ്. അപ്പോൾ നമുക്കതിൻ്റെ തലവേദനയില്ല. അപ്പോൾ നമ്മൾക്കത് ഫ്രീ ആയിട്ട് തരുന്ന എല്ലാവർക്കും ഒരു ശതമാനം, ഒരു വർഷത്തിലൊരു ശതമാനമൊക്കെ പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളും അതിൽ ചെറിയ തോതിൽ കൂടുതലുള്ള അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അത് ക്യാഷായിട്ട് നമുക്ക് ഓരോ വർഷം കൊടുക്കല്ല. അത് മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV കണക്കാക്കുമ്പോൾ അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തതിൻ്റെ ശേഷമാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്കതിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, ഇത് ഏതെങ്കിലും ഫണ്ടുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചോ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ ഉള്ള നമ്മളുടെ വാങ്ങിക്കാനുള്ള റെക്കമെൻഡേഷൻ അല്ല. ഇത് മറിച്ച് നമ്മളുടെ സ്റ്റഡി പർപ്പസിനുള്ള കാര്യങ്ങളാണ്. എൻ്റെ 10-20 വർഷത്തെ മാർക്കറ്റിലുള്ള റിസർച്ചും മാർക്കറ്റ് പോലെ AMC കമ്പനികളും ബ്രോക്കറേജ് കമ്പനികളൊക്കെ ആയിട്ട് സിറോദ, ICICI, അതുപോലെ DBFS ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മളുടെ റിസർച്ചുകളും, പിന്നെ കൂടാതെ കുറേ അക്കാഡമി, NSE അക്കാദമിയുടെ കുറേ അവാർഡ് സർട്ടിഫിക്കറ്റുകളും കിട്ടിയിട്ടുണ്ട്. ചാർട്ട് അനലൈസിങ്, ടെക്നിക്കൽ അനലൈസിങ്, ഇങ്ങനെ കുറേ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ് നിങ്ങൾ ഷെയറുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ അതല്ലെങ്കിൽ ETFകൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ നിങ്ങൾക്കറിയാവുന്ന വിദഗ്ധന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ സ്റ്റഡി ചെയ്ത് വാങ്ങിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സ്വാഭാവികമായിട്ടും വളരെ നല്ല കാര്യങ്ങളാണ് ഇത്തരം വീഡിയോകൾ. നല്ല വിദഗ്ധന്മാരുടെ, ഞാനത്ര വിദഗ്ധനല്ല എങ്കിലും നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ അത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. വിദഗ്ധന്മാരുടെ ഇതൊക്കെ നിങ്ങൾ കേട്ട് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫണ്ടുകൾ അതായത് വാങ്ങിക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടത്. ഉദാഹരണത്തിന് HDFC ലാർജ് ക്യാപ്പ് ഫണ്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എന്ന് കൂട്ടാം. അപ്പോൾ HDFC വേറെ ഏതോ ആവട്ടെ. അപ്പോൾ ഈ ഫണ്ടിനകത്ത് കുറേ കമ്പനികളുണ്ടാവും. നമുക്കൊക്കെ അറിയാം, ബജാജ് ഫിനാൻസ് ഉദാഹരണത്തിനൊക്കെ വലിയ കമ്പനിയാണല്ലോ, L&T, ICICI ബാങ്ക്, റിലയൻസ്, ഇങ്ങനെ തുടങ്ങി വിപ്രോ തുടങ്ങി കുറേ കമ്പനികളുണ്ടാവും. ഈ കമ്പനികളൊക്കെ കാലാകാലങ്ങളിൽ വിൽക്കുകയും വാങ്ങുകയും നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഫണ്ട് മാനേജർമാരാണ്. അപ്പോൾ ആ ഫണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ജോലി ഫണ്ട് മാനേജർമാർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിസ്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, റിസ്ക് കുറവുണ്ടായിരിക്കും. ഈ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു SIP ഒക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി കുറേശ്ശെ കാശ് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറവുള്ളപ്പോഴും കിട്ടും. അപ്പോൾ കുറവുള്ളപ്പോൾ അത് വില കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എല്ലാവരും നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ അപ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടും. അപ്പോൾ അത് വില കൂടുമ്പോൾ അത് വർദ്ധിച്ചു വരും. അങ്ങനെയൊക്കെ നമുക്ക് കുറയുമ്പോഴും കൂടുമ്പോഴും ഒക്കെ നമുക്ക് SIP ഇട്ട് നമുക്ക് ചെയ്യാം. SIP നമ്മൾ ബാങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ ഒരു മാസത്തെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഡയറക്റ്റ് വാങ്ങിക്കാം. ഇങ്ങനെ പല രീതിയിലും ഡയറക്റ്റ് വാങ്ങിക്കുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങളുണ്ടാകും, കൂടുതൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകും. ഇതൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ട് മാനേജർമാർ
കേടുവരുന്ന കമ്പനികളൊക്കെ മാറ്റും, അതിലേക്ക് നഷ്ടത്തിലോടുന്ന കമ്പനികൾ മാറ്റും എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ അവർ കണ്ടെത്തിയിട്ട് വാങ്ങിക്കും. ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഗുണം. അപ്പം മ്യൂച്വൽ ഫണ്ടുകൾ എപ്പോഴും നമുക്ക് കുറേ കൂടി ബുദ്ധിമുട്ടുകൾ കുറച്ച് കിട്ടും. പ്രത്യേകിച്ച് യുദ്ധം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ സാധാരണഗതിയിൽ ഒരു ഷെയർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഷെയറിൻ്റെ വാല്യൂ പെട്ടെന്ന് വലിയ തോതിൽ കുറഞ്ഞു പോകും. വലിയ കമ്പനികൾ പോലും കുറഞ്ഞു പോകും. ഇങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് നമ്മളുടെ ഉദ്ദേശിച്ച ലെവലിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകും കാര്യങ്ങൾ. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫണ്ട് മുടങ്ങിയിടുകയും ചെയ്യും. വളർന്നു വരും, പക്ഷേ എപ്പോൾ വളരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ അവർ ഇഷ്ടം വന്നാലും അതിങ്ങനെ അവരെന്നെ വിറ്റും വാങ്ങിയൊക്കെ നികത്തിക്കൊണ്ട് വരും. നമ്മളുടെ ഉള്ള കാശിന് തിരിച്ച് കുറേശ്ശെ നമ്മൾ കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിനെക്കുറിച്ച് ഏതൊക്കെ ഫണ്ടുകൾ, നമ്മൾ അതാണല്ലോ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളാണ് നമുക്ക് വാങ്ങാൻ നല്ലത്, നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണ്, ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പരിസ്ഥിതി അല്ലെങ്കിൽ ഈ ഷെയർ മാർക്കറ്റിൻ്റെ ഒരു പരിസ്ഥിതിയിൽ ഇപ്പോൾ ഏതോ നല്ലതെന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിനായിട്ട് നമുക്ക് HDFCയുടെ ലാർജ് ക്യാപ്പ് ഫണ്ടുകളുണ്ട്, ICICIയുടെ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കൊട്ടാക്ക് ബാങ്ക്, പിന്നെ നമ്മുടെ പല ബാങ്കുകളുടെയും ഉണ്ട്, SBIയുടെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ചാർട്ടുകൾ, ഏതാനും ചാർട്ടുകൾ നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അതും കൂടി നടത്തിയിട്ട് ബാക്കി കാര്യങ്ങളിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഈ HDFC ഫ്ലെക്സി ക്യാപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. HDFC ലാർജ് ക്യാപ്പ്, ഫ്ലെക്സി അല്ല, ഫ്ലെക്സിയെ കുറിച്ച് നമുക്ക് പറയാം. HDFC ലാർജ് ക്യാപ്പ് ഫണ്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു നല്ല ഫണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇത് നമുക്ക് നോക്കാം. അതിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ കാറ്റഗറി ആവറേജ് നമുക്ക് അതിൻ്റെ ഒരു SIP എടുത്ത് നോക്കാം. SIP റിട്ടേൺ കാൽക്കുലേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതെന്താ നോക്കാം. SIP ആണ് എപ്പോഴും നല്ലത്. SIP നമ്മളൊരു ഏകദേശം ഒരു 10,000 രൂപ വെച്ചിട്ട് ഒരു 5 വർഷത്തേക്ക് നമുക്ക് നോക്കാം. 5 ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് 2020 മുതൽ കഴിഞ്ഞ 5 വർഷം എന്ത് തന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്ത് റിട്ടേൺ അതിൻ്റെ ബേസിലാണ് നമ്മൾ തുടർന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതിൻ്റെ അടുത്ത 5 വർഷം അതുപോലെ ആയിക്കൊള്ളുന്നില്ല, പക്ഷെ നല്ല സാധ്യത അത് കണക്കൂട്ടിയിലാണ് നമ്മളത് പരിശോധിക്കുന്നത്. അത് ആനുവൽസിൻ്റെ റിട്ടേൺ 18% കൊടുത്തിട്ടുള്ളത്. അതായത് 6 ലക്ഷം റുപ്യ നമ്മൾ ഡെപ്പോസിറ്റ് ഉണ്ടാവും 10,000 വെച്ചിട്ടാണെങ്കിൽ 10 വർഷത്തേക്ക്, 5 വർഷത്തേക്ക്. അതിന് നമുക്കത് 9,36,601 വളർന്നിട്ടുണ്ടാവും. അതാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഇത് ഈ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻസെക്സിൻ്റെ ഈ ബ്ലൂ ആണ് കാണിക്കുന്നത്. ഈ സെൻസെക്സിൻ്റെ എപ്പോഴും മുകളിലായിട്ട് പോയിട്ടുള്ളൊരു ഫണ്ടാണിത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആനുവലൈസ്ഡ് റിട്ടേൺ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഒരു വർഷത്തേക്ക് 8.35, ഒരു വർഷം അങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ 2 വർഷത്തേക്ക് 19.61% റിട്ടേൺ തന്നിട്ടുണ്ട്. അതേസമയത്ത് അതിൻ്റെ അബ്സല്യൂട്ട് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം റിട്ടേൺ ആണത് കാണിക്കുന്നത്. 210, 5 വർഷം കൊണ്ട് 210% വരെ ആയിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഓരോ വർഷം 25%, 18% അങ്ങനെ വളർച്ച ഉണ്ടാകുന്നുണ്ട്. നല്ല ഒരു വളർച്ചയുള്ള ഒരു ഫണ്ടാണ് ഈ HDFC ലാർജ് ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ലാർജ് ക്യാപ്പ് ഫണ്ട് ഇടാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പോർട്ട്ഫോളിയോയിൽ അതുപോലെ തന്നെ നമുക്കൊരു മിഡ് ക്യാപ്പ് ഫണ്ട് ഇടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഈ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇടാതിരിക്കാന്നല്ലേ, അത് ഫ്ലക്ച്വേഷൻ വളരെ കൂടുതലുണ്ടാവും. ആ സമയത്ത് നമുക്കൊരു അധികം ഫ്ലക്ച്വേഷൻ ഇല്ലാണ്ട് തന്നെ നമുക്കൊരു നേട്ടം ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മളിതുപോലെ SIP ചെയ്താൽ മതി, ഓരോ മാസം കുറേശ്ശെ ഇടുക. പിന്നെ നമുക്കൊരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഇടാം. ഈ HDFCയുടെ തന്നെ, HDFCൻ്റെ വാങ്ങിക്കണമെന്നില്ല, നമുക്ക് SBIയുടെ വാങ്ങിക്കാം, പലതും വാങ്ങിക്കാം. ഈ HDFCയുടെ ഫ്ലെക്സി ക്യാപ്പ് എങ്ങനെ ഉണ്ടാവും? അതൊരു അമേസിങ് ഫണ്ടാണ്. അത് നമ്മൾ കുറച്ച് വർഷമായിട്ടുള്ള 2-3 വർഷം തുടങ്ങിയിട്ട് നമ്മളും അത് ചെയ്തുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതും വളരെ അമേസിങ് ആയിട്ടുള്ളതാണ്. കാരണം അവർക്കുള്ളൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ ലാർജ് ക്യാപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ് ഫണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഷെയറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ബജാജ് ഫിനാൻസ്, അതുപോലെ തന്നെ ചോളമണ്ഡലം, അതുപോലെ HDFC ബാങ്ക്, ഇങ്ങനെ റിലയൻസ്, അങ്ങനെ വലിയ അത് ഓൾറെഡി വളർച്ച കൈവരിച്ചിട്ടുള്ള കമ്പനികളാണല്ലോ. ഈ വളർച്ച കൈവരിച്ച കമ്പനികൾക്ക് പിന്നീട് വലിയ വളർച്ച ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു മിഡ് ക്യാപ്പ് ഫണ്ട് വേണം. മിഡ് ക്യാപ്പ് ഫണ്ടിന് വളർച്ചാ സാധ്യത ഉണ്ട്. അപ്പോൾ പല സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഈ മിഡ് ക്യാപ്പിൻ്റെ നമ്മുടെ ഈ പല IT കമ്പനികൾ, ഒബ്രോയ് ഹോട്ടല്, ഒബ്രോയ് റിയാലിറ്റി ആണത്. ഇങ്ങനെ കുറേ സ്ഥാപനങ്ങൾ മിഡ് ക്യാപ്പിൻ്റെ പല വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. ഈ OFFS ഒറാക്കിൾ ഫിനാൻസ്, ഒറാക്കിൾ ഫിൻസർവ് എന്ന് പറഞ്ഞിട്ട് കമ്പനി, കുറേ കമ്പനികളുണ്ട് ഇങ്ങനെ. പിന്നെ അതേപോലെ നമുക്ക് എടുത്ത് പറയുന്ന പെട്ടെന്ന് പലതിന് പേര് ഓർമ്മ വരുന്നില്ല, പക്ഷെ നല്ല കമ്പനികൾ പലതുണ്ട്. അപ്പോൾ അതിങ്ങനെ വളർച്ച കൈവരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാളും മ്യൂച്വൽ ഫണ്ടുകാർ വാങ്ങിച്ചോളും. അപ്പം ഒരു മിഡ് ക്യാപ്പ് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഫ്ലെക്സി ക്യാപ്പ് വളരെ അമേസിംഗ് ആണ്. ഫ്ലെക്സി ക്യാപ്പിൽ ഈ ഫണ്ട് മാനേജർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. ലാർജ് ക്യാപ്പ് എടുക്കണോ, മിഡ് ക്യാപ്പ് എടുക്കണോ,
അതല്ല സ്മോൾ ക്യാപ്പ് എടുക്കണോ, സെക്ടോറിയൽ ഫണ്ട് എടുക്കണോ, അതൊക്കെ അവർ ചെയ്തോളൂ. അപ്പോൾ അതിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് മാർക്കറ്റിൻ്റെ ഒരു ഈ കാലാവസ്ഥ അനുസരിച്ചിട്ട് അവർ അത് ചെയ്തോളും. അപ്പോൾ അത് നമുക്ക് എളുപ്പമാണ്, നമുക്കതിൽ തലവേദന ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്ലെക്സി ക്യാപ്പ് വളരെ അമേസിംഗ് ആണ്. അതായത് ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് റിട്ടേൺ തന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നിഫ്റ്റി തന്നിട്ടുള്ള 24%. നിഫ്റ്റി സെൻസെക്സ് ബെഞ്ച് മാർക്ക് എന്നൊക്കെ പറയില്ലേ, ഈ സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി നമുക്ക് തന്നിട്ടുള്ളത് 24%. നിഫ്റ്റിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് 24.68% 5 വർഷത്തേക്ക് ഈ ഫ്ലെക്സിയിൽ കൊടുത്തിട്ടുള്ളത്. അതേ സമയത്ത് ഇതേ സംഗതി തന്നെ നമുക്ക് 32% ഇതിൽ കിട്ടുന്നത്. അപ്പോൾ മാർക്കറ്റിനേക്കാളും എപ്പോഴും മുകളിൽ പറക്കുന്ന ഒരു പക്ഷിയാണത്. അത് മുകളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കിത് നോക്കിയാൽ കാണാൻ പറ്റും ഇതിന്റെ ചാർട്ട്. അതിങ്ങനെ ഈ ബ്ലൂ കാണിക്കുന്നതാണ് ഈ ഫണ്ട് ഫ്ലെക്സ്, മറ്റേന്ന് പറഞ്ഞാൽ നിഫ്റ്റി. അപ്പോൾ നമുക്കിതിന്റെ അബ്സല്യൂട്ട് റിട്ടേൺ നോക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് 304% കൊടുത്തിട്ടുള്ളത്. ഈ 304% മൊത്തത്തിലാണ് കേട്ടോ. ഓരോ വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 വർഷത്തിന് 32%, 3 വർഷത്തിന് 25%, ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. 2 വർഷത്തിന് 27%. ഫ്ലെക്സി ക്യാപ്പ് വളരെ അമേസിംഗ് ആണ്, വളരെ നല്ലതാണ്. ഇപ്പം ഇതും കൂടി ഉൾപ്പെടുത്തണം, അത്രയൊക്കെയാണ് അതിൽ ചെയ്യാനുള്ളത്. പിന്നെ കൂടുതൽ ഇങ്ങനെയാണ് നമ്മൾ ഫണ്ടുകൾ സെലക്ട് ചെയ്യുന്നത്. ഫണ്ടുകൾ ഇതിൽ പോയിട്ട് മണി കൺട്രോളിൽ പോയിട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഫണ്ടുകൾ വരും. ആ ഫണ്ടുകൾ നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരു വാർഷികമായിട്ടുള്ള കൊടുത്തിട്ടുള്ള എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഇവരുടെ ഉള്ളത്, ഇവരുടെ പോർട്ട്ഫോളിയോ, അതായത് ഈ AMCക്കാർ എടുത്തിട്ടുള്ള നമ്മുടെ HDFC ഫ്ലെക്സി ആണെങ്കിൽ ആ ഫ്ലെക്സിയിൽ എന്തൊക്കെയുണ്ട്, അതിന്റെ ഇക്വിറ്റി ഹോൾഡിംഗ് 86% ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിൽ കാണിക്കും. പിന്നെ ടോട്ടൽ എത്ര, അതിൽ ഇക്വിറ്റിയിൽ മാത്രമേ ഉള്ളൂ. ഇക്വിറ്റിയിൽ മാത്രം ICICI ബാങ്കിന്റെ എത്ര ശതമാനമുണ്ട്, ഒരു 9.4, HDFC ബാങ്ക്, അതുപോലെ തന്നെ HCL ടെക്നോളജി, ഭാരതി എയർടെൽ, ഇങ്ങനെ ഓരോന്നിന്റെ ഷെയറുകൾ ഇതിലുള്ള ഡീറ്റെയിൽ ഇവരുടെ പോർട്ട്ഫോളിയോ എന്താന്നുള്ളത് അതിനകത്ത് കാണിക്കും. പിന്നെ അതിന്റെ പിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മറ്റ് ഇതിലേക്ക് പോകും. വേറെ അതുപോലെ താരതമ്യം ചെയ്യാൻ പറ്റും കമ്പനികൾ. ഇപ്പോൾ നമ്മൾ വന്ന് HDFC ഫ്ലെക്സി ക്യാപ്പ് ആണെങ്കിൽ അതിന്റെ അപ്പുറത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വേറെ കുറേ കാണിക്കും, പരാഗ് പരീഗ്, പിന്നെ അത് SBI ഫ്ലെക്സി ക്യാപ്പ്, ഇങ്ങനെ കുറെ നമുക്കത് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെയൊക്കെയാണ് അത് കണ്ടെത്തുന്നത്. പിന്നെ നമ്മളുടെ ഈ ബ്രോക്കേഴ്സിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെത് ഇതിൽ കോയിൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, അതിൽ പോയാൽ മതി. അതായത് സിറോദ. അപ്പൊ സിറോദയിൽ പോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിറോയുടെ സൈറ്റിൽ തന്നെ ഈ ഡാഷ്ബോർഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പോയാൽ ഈസി ആയിട്ട് ഇത് കണ്ടെത്താൻ പറ്റും. ഇത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളാണ്. അപ്പോൾ അത് നമുക്ക് പിന്നെ നമുക്ക് പോകാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ കോയിൻ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. കോയിനിൽ പോയി കഴിഞ്ഞാൽ വിശദമായിട്ട് അതിൽ കാണാൻ പറ്റും. ഈ കോയിനിൽ പോയിട്ട് നമുക്ക് ഏത് ഫണ്ടുകളാണ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കേണ്ട ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ HDFC, ഇതിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. HDFC ഇന്ന് അടിക്കുമ്പോഴേക്കും തന്നെ കുറേ HDFCയുടെ ഫണ്ടുകൾ വരണം. HDFC ലിക്വിഡ് ഫണ്ട്, ബാലൻസ്ഡ് ഫണ്ട്, ബാലൻസ് ഫണ്ടുകളും നല്ലതാണ്. അതിങ്ങനെ ഓരോ സാമ്പത്തിക കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ ബാലൻസ് ചെയ്തുകൊണ്ട് ഗോൾഡിലടക്കം നിക്ഷേപിച്ചുകൊണ്ട് പലതിലും നിക്ഷേപിച്ച് ബാലൻസ് ചെയ്യുന്ന കമ്പനിയാണ് ബാലൻസ്ഡ് ഫണ്ട്. ബാലൻസ് ഫണ്ടിൽ താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം. HDFC ബാലൻസ്ഡ് ഫണ്ട് അത് അടിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് വരും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണിക്കാം അവരുടെ കറന്റ് NAV 533, അതിന്റെ CAGR ഒരു വർഷത്തേക്ക് 8.63, അത് 3 വർഷത്തേക്കുള്ള CAGR 21.93, ഇങ്ങനെ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഡയറക്റ്റ് നമുക്കിതിൽ SIP ഇടണമെങ്കിൽ SIP ഇടാം, അല്ലെങ്കിൽ ബൈ ചെയ്യാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സൈറ്റുകൾ ഇല്ല നമുക്ക് കാണിക്കുന്നത്. ഇനി കൂടുതലും നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. അത്രയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഏതാനും ചാർട്ടുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു. കൂടുതലായിട്ട് ചാർട്ടുകൾ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാവുന്നതാണ്, നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻബോക്സിൽ വന്ന് ചോദിക്കാം. പിന്നെ ഈ എപ്പിസോഡിൽ നമുക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. കൂടാതെ ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള എൻ്റെ പുസ്തകം ലഭ്യമാണ്. അതിൻ്റെ 3ാമത്തെ എഡിഷനാണ്. ദി ഷെയർ മാർക്കറ്റ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതായത് ഷെയർ മാർക്കറ്റിലൂടെ നേട്ടമുണ്ടാക്കാവുന്നതാണ് അതിന് മലയാളത്തിലെ പേര്. പുസ്തകം മലയാളത്തിൽ തന്നെയാണ്. ഒലിവ് പബ്ലിക്കേഷൻസ് കോഴിക്കോടാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 9778141567, അതായത് 9778141567 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ അവർ പുസ്തകം അയച്ചു തരും. കൂടാതെ www.olivepublications.in, അതായത് www.olive publications, OLIVE publications
.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് പുസ്തകം വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കണം. അത് നമ്മൾ സാമ്പത്തിക സാക്ഷരത യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടിയാണ് ഇത് ചെയ്യുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ ഈ ചാനലിന് കുറേ കൂടി വളർച്ച കൈവരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം. അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നവരെ ഞാൻ പുന്നയൂർവം സൈനുദ്ദീൻ സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.